നമുക്ക് എല്ലാവർക്കും കുടുംബമൊത്ത് ആഘോഷിക്കാൻ പറ്റിയ നല്ലൊരു ക്രിസ്മസ് ന്യൂ ഇയർ ചിത്രം തന്നെയാണ് എക്സ്ട്രാ ടീസർ. എൻ്റെ ടേസ്റ്റ് പോലെ നിങ്ങളുടെ ടേസ്റ്റ് നിങ്ങളുടെ ടേസ്റ്റ് പോലെ അത് ഓഡിയൻസിൻ്റെ കയ്യിലാണ്. പക്ഷേ സുരാജിൻ്റെ പെർഫോമൻസ് ഉഷാറായിട്ടുണ്ട്. അത് ഒരുപാട് സംഭവങ്ങളുണ്ട് അതിൽ. ഒരു എന്താ പറയുക, നമുക്കത് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് സുരാജേട്ടെ ഇതിൽ അടിപൊളിയായിട്ടുണ്ട്. എക്സ്ട്രാ ഡീസൻറ്റ് പോലെ തന്നെ എക്സ്ട്രാ പെർഫോമൻസ് ഉഷാറായിട്ടുണ്ട്. നല്ല പടത്തിൻ്റെ ഭാഗമായിട്ട് പുള്ളിക്കാരൻ്റെ ഭാഷ പറയുന്ന ആറാടുകയാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ. ചേട്ടാ അഭിനയിക്കുന്ന പടം പറഞ്ഞ് പരത്തില്ല, എല്ലാ പടത്തിലും തന്നെ വിളിക്കട്ടെ. അല്ല അങ്ങനെയല്ല, ഇതുപോലെ നല്ല പടങ്ങളുടെ ഭാഗം പറ്റുന്നതാണ്. സമരലാണെങ്കിലും സമരനാണ്. ഓണക്കുഴി എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ കുഞ്ഞു റോള് കിട്ടുന്നായിരുന്നു. ആ പടവും ഹിറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന തമാശ പറയാം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തൊരു സ്ക്രിപ്റ്റാണ്. ഒരുപാട് മാക്സിമം നമ്മളെ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ടാസ്ക്. ബർത്ത്ഡേ വിഷുവൊക്കെ വന്നോ? അതോ ബർത്ത്ഡേ വിഷുവൊക്കെ വന്നോ? വന്നു. ഞാൻ ഫോണിൽ വന്നുകൊണ്ടിരിക്കുക. അന്ന് നോക്കാൻ പറ്റിയിട്ടില്ല, പണത്തിൻ്റെതായതുകൊണ്ട്. ഓക്കെ, ശരിക്കും ടിക്കറ്റ് കിട്ടിയില്ല. പക്ഷേ കണ്ടവരും നല്ല അഭിപ്രായം പറഞ്ഞു. അടുത്ത ജഗതി ശ്രീകുമാറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരാജ് വെന്നാറോട്. കാര്യം എല്ലാ റോളും പുള്ളി ചെയ്യുന്നുണ്ട്. പിന്നെ ലിസി സ്റ്റീഫൻ പുള്ളിനെ പറ്റി അതല്ല, ലിസി സ്റ്റീഫനെ പറ്റി പറയണമെങ്കിൽ 37ാമത്തെ പടമാണ് പുള്ളിയുടെ. പുള്ളിനെ ആരും കണ്ണുവെക്കലെന്നാ പ്രാർത്ഥിക്കണം. കാര്യം എന്തോരം സിനിമ അതാ പറഞ്ഞ പുള്ളിനെ കണ്ണുവെക്കലെന്ന് പ്രാർത്ഥിക്കണം. 37ാമത്തെ ചിത്രം പുള്ളി ഒറ്റയ്ക്ക് ചെയ്യണം. ഇത് സുരാജ് പങ്കിട്ടാ. സുരാജ് വെന്നാറോട് അതെ 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 അതെ. പക്ഷേ ഇതിൽ ലിസി സ്റ്റീഫനുണ്ട്. എല്ലാത്തിനും പ്രത്യേക അടുത്ത കൽപ്പന എന്ന് തന്നെ പറയാം. ചേച്ചിയുണ്ട്. അത് കുറെ നാൾക്ക് ശേഷം വന്നത് ഗൈസാനിന് അടുത്ത കൽപ്പന എന്ന് പറയാം. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഫാമിലി പടമാണ്. നല്ല പടം, കുഴപ്പമില്ല. അത് സുരാജ് വാരും നമ്മുടെ നോയിലും ക്രിസ്മസും ശരി മാത്രമുള്ളൂ. ജനപ്രിയ നായകൻ ഈ പടം എല്ലാവരും കാണും. സുരാജേട്ടൻ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് അടിപൊളിയാണ്. സുരാജേട്ടൻ പൊളിച്ചിട്ടുണ്ട്. ഷാമു അതുപോലെ കളിക്കുന്നുണ്ട്. അടിപൊളി നല്ല പടമായിരുന്നു. സുരാജേട്ടൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ്. സുരാജേട്ടനിലേക്ക് കോമഡി ചെയ്തു, പിന്നെ ഒരിക്കലും നമ്മുടെ സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് പോയി. ഇതിലൊരു കോമഡിയും സീരിയസും ഒക്കെ ആയിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രകടനം കാണാൻ കഴിയും. സൂപ്പർ പടം. നമുക്ക് ബോറില്ലാതെ കുറേ നേരം കൂടി ഇരുന്നിരുന്ന് സുഖമായിട്ട്, അതായത് ഒരു ബോർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. നല്ല രസം. അതായത് എല്ലാവരും അമ്മയായാലും അച്ഛനായാലും ഗ്രേസാനിലേക്കായാലും ശ്യാമയൊക്കെ നൈസ് പടം. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. കുറേ നാളെ ചിരിച്ചു. നല്ല പാട്ട് നല്ല പടം, അടിപൊളി പടം, നല്ല പെർഫോമൻസ് ഉഷാറാണ്. അടിപൊളിയാണ്. അയ്യോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കയ്യടിയും ചിരിയും. കുറേ നാൾ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചിരുന്നതാണ് ഇങ്ങനെ തിയേറ്ററിൽ ഒരു മൂവികളെ ഒരുപാട് സ്പെഷ്യൽ കാണാൻ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എടുത്തോ? ഓക്കെ, താങ്ക് യു. നല്ല പടമായിരുന്നു. നല്ലൊരു വെറൈറ്റി ജോണറാണ്. കുറച്ച് എന്താ ഡാർക്ക് ഹ്യൂമർ സാധനമാണ്. അടിപൊളിയാണ്. എല്ലാവരും കാണും.
ഫിലിം. അനിയനാണോ? അനിയനാണോ? ആ അതെ. എങ്ങനെയുണ്ട് അനിയനെ പടം കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? ഗാലിബി മോളെ നല്ല എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന പടമാണോ? ചില മനുഷ്യർ ചില പ്രത്യേക അന്തരീക്ഷത്തിൽ അക്ഷേടാം എന്തായാലും ഭംഗിയായിട്ട് നമ്മളെല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. ചില ആളുടെ ഒരു എക്സ്ട്രാ സ്വഭാവം പ്രത്യേക അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നതാണ് അല്ലേ? അവർ അക്ഷേടാം അസംബന്ധ കഥാപാത്രം പറയാം.